മൂത്രത്തിൽ പത കാണുന്നു. അയ്യോ, ഇത് കിഡ്നി രോഗത്തിന്റെ തുടക്കമാണോ? ഇത് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്. വൃക്കരോഗത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല പലർക്കും മൂത്രത്തിൽ പത കാണുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഘടകങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിലോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ഉണ്ടെങ്കിലോ, മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് മൂത്രത്തിൽ ഉയർന്ന അളവിൽ പത കണ്ടുവന്ന് വരാം. യൂറിൻ ഒന്ന് റൊട്ടീൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് മൂത്രത്തിൽ പതയുണ്ടെങ്കിൽ ആദ്യം മൂത്രം പരിശോധിക്കേണ്ടത് മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ചെറിയ തോതിൽ വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൈനാണ്. ഇനി പ്രോട്ടീൻ അല്ല മൂത്രത്തിലൂടെ പോകുന്നത് പത ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തത് പ്രമേഹ രോഗം ഉണ്ടോ എന്ന് നോക്കണം. രക്തത്തിൽ ഷുഗർ ലെവൽ കൺട്രോൾ അല്ലെങ്കിൽ മൂത്രത്തിൽ പത കണ്ടുവന്ന് വരാം. നിങ്ങൾക്ക് രക്തത്തിൽ യൂറിക് ആസിഡ് ഉയർന്ന അളവിലുണ്ടെങ്കിൽ മൂത്രത്തിൽ പത കണ്ടുവന്ന് വരാം. നിങ്ങൾ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിന് പത കണ്ടുവന്ന് വരാം. നിങ്ങൾ അമിതമായിട്ട് വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിൽ കൂടെ പത ചിലപ്പോൾ ആ ദിവസങ്ങളിൽ കൂടുതലായിട്ട് പോയി എന്ന് വരാം. ഇത്തരം പല ഘടകങ്ങൾ കൊണ്ടും കണ്ടുവന്ന് വരാം. ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ സിമ്പിളാണ്. യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. മൂത്രത്തിൽ മൈക്രോ ആൽബുമിന്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതുള്ളൂ. നിങ്ങൾ ദിവസവും ഒരു 15 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ശരിയായിട്ട് ലഘു വ്യായാമങ്ങൾ